നമസ്കാരം. ഗൾഫ് വാർത്തകൾ. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവച്ചു. ആക്ഷൻ കൗൺസിലാണ് ഇക്കാര്യം അറിയിച്ചത്. ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ കുഞ്ഞിന്റെ സംസ്കാരം നീളും. കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. ഇന്ന് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കും എന്നായിരുന്നു വിപഞ്ചികയുടെ അമ്മയ്ക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നത്. കുവൈറ്റിലെ മംഗഫിൽ മലയാളിക്ക് കുത്തേറ്റു. കോഴിക്കോട് സ്വദേശി ബഷീറിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. കുവൈറ്റിൽ വീണ്ടും ബിനാമി ബിസിനസ് ഇടപാടുകൾ കണ്ടെത്തി. 3 മാസത്തിനുള്ളിൽ 230 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ കേസുകളിലെ പ്രതികൾക്കാകെ 2.1 കോടി റിയാലിന്റെ പിഴ ചുമത്തി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് 20 അത്യാധുനിക ഡിഫിബ്രിലേറ്ററുകൾ സ്ഥാപിച്ചതായി ആരോഗ്യ മന്ത്രാലയം. പ്രവാസികൾക്കായി വ്യാജ റെസിഡൻസി വിസകൾ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥന് കുവൈറ്റിൽ ജയിൽ ശിക്ഷ. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷനിൽ ജോലി ചെയ്യുന്ന കുവൈറ്റി ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ കൈക്കൂലി വാങ്ങിച്ചത്. തൊഴിൽ, താമസ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കർശന പരിശോധനാ നടപടികൾ തുടരുന്നു. ജൂലൈ 4 മുതൽ 10 വരെ 21,058 കേസുകളാണ് ഉണ്ടായത്.